സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, തന്മക്കാരനും കരുണാവാരിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചും ആ പടച്ചറപ്പിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചും പകർത്തിയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹാബി കടന്നു വരും. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നിരന്തരം പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, മനസ്സിലേറെ വേദനയും ദുഃഖവും ഉണ്ടാക്കിയ ഒരു സംഭവം അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി പങ്കുവെക്കാൻ, അത് പ്രവാചകനോട് ഒന്ന് പറയാൻ, അങ്ങനെ മനസ്സിന് ഒരാശ്വാസം ലഭിക്കാൻ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു വൻ തെറ്റിനെ കുറിച്ചുള്ള കുറ്റബോധത്താൽ നിരന്തരം മതിക്കുന്ന മനസ്സ് അതൊന്ന് ശാന്തമാകാൻ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കടന്നു വന്ന് ആ സഹാബി തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ആ സംഭവം വിശദീകരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകരെ, എനിക്കൊരു പെൺകുഞ്ഞ് പിറന്നു. ആ പെൺകുഞ്ഞ് പിറന്ന സമയത്ത് തന്നെ ആളുകൾ എന്നെ പരിഹസിക്കാനും കളിയാക്കാനും തുടങ്ങി. പെൺകുഞ്ഞിന് ജന്മം നൽകിയവൻ, അല്ലെങ്കിൽ പെൺകുഞ്ഞ് പിറക്കാൻ കാരണക്കാരനായവൻ എന്ന നിലയ്ക്ക് സാധാരണ സമൂഹത്തിൽ പെൺകുഞ്ഞ് പിറന്നാൽ ഏത് രൂപത്തിൽ അപമാനമായി കണ്ടുവോ അതേ രൂപത്തിലുള്ള പരിഹാസങ്ങളും കുത്തുവാക്കുകളും എനിക്ക് നിരന്തരം ഏൽക്കേണ്ടി വന്നു. ഞാനതൊന്നും കാര്യമാക്കിയില്ല. എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തി. ആ കുഞ്ഞിന് 2-3 വയസ്സ് പ്രായമെത്തിയപ്പോൾ ആളുകളുടെ പരിഹാസം എനിക്ക് സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥയുണ്ടായി. ഞാൻ എൻ്റെ കുഞ്ഞിനെയും എടുത്ത് ഒരു ദിവസം മരുഭൂമിയിലേക്ക് പോയി. എൻ്റെ കുഞ്ഞിനെ ഞാൻ ആ മരുഭൂമിയിൽ ഒരു സ്ഥലത്തിരുത്തി. എന്നിട്ടൊരു പിതാവ് ചെയ്യുന്ന പ്രവർത്തികൾ കൗതുകത്തോടുകൂടി, നിഷ്കളങ്കമായ മുഖഭാവത്തോടുകൂടി നോക്കിയിരിക്കുന്ന എൻ്റെ മകളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന മരുഭൂമിയിൽ ഒരു കുഴി ഞാൻ എടുക്കുകയും ആ കുഴിയിൽ നിന്ന് ഓരോ മൺതരികളും ഞാൻ അതിൻ്റെ സൈഡ് ഭാഗത്ത് കൂട്ടിയിടുകയും ചെയ്തു. അപ്പോഴൊക്കെ എൻ്റെ പൊന്നുമകൾ എന്താണ് എൻ്റെ ഉപ്പ ചെയ്യുന്നത്, എൻ്റെ പിതാവ് ചെയ്യുന്നത് എന്ന കൗതുകത്തോടുകൂടി അത് നോക്കിയിരിക്കുകയാണ്. ഒരു വേള എൻ്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച മൺതരികൾ ആ പിഞ്ചു കൈകൾ കൊണ്ട് തട്ടിമാറ്റുക പോലുമുണ്ടായി. ആ രൂപത്തിൽ കൗതുകത്തോടുകൂടി നോക്കിയിരിക്കുന്ന ആ പിഞ്ചു കുഞ്ഞിനെ ആ കുഴി മുഴുവൻ അതിൻ്റെ പണി പൂർത്തിയായതിനു ശേഷം ഞാൻ കുഴിയിലേക്ക് വലിച്ചിട്ടു. ഒരിക്കലും ഒരു പിതാവിൽ നിന്ന് ഉണ്ടാകാത്ത, പ്രതീക്ഷിക്കാത്ത പെരുമാറ്റം കണ്ട് എൻ്റെ മകൾ വാവിട്ട് കരഞ്ഞു. ആ കരച്ചിലുകൾക്ക് ഞാൻ ചെവി കൊടുത്തില്ല. അവരുടെ മുകളിലേക്ക് ഞാൻ മണ്ണുകൾ തുടരെ ഇട്ടുകൊണ്ടിരുന്നു. അവസാനം അവളുടെ കരച്ചിൽ ഇല്ലാതെയായി. അവസാനം ഞാൻ അവിടെ നിന്ന്, ആ മരുഭൂമിയിൽ നിന്ന് ഞാൻ തിരിച്ചു പോന്നു. ഇത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് ജാഹിലിയത്തിൽ സംഭവിച്ച ഒരു സംഭവം ഒരു സഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വിശദീകരിക്കുകയാണ്. ആ സംഭവം പൂർത്തീകരിക്കാൻ പോലും സാധിക്കാതെ പൊട്ടിക്കരയുന്ന സഹാബിയെ ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ആ സമയത്ത് ഇത് കേട്ടുകൊണ്ടിരുന്ന അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം സഹാബത്ത് ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നു. പ്രവാചകന്റെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി. ആ സംഭവം കേട്ട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അഥവാ ജാഹിലിയ കാലഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ആ സ്വഹാബി തൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവത്തെ വിശദീകരിച്ചപ്പോൾ, തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ അപരാധത്തെ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ മുന്നിൽ വിശദീകരിച്ചപ്പോൾ, ഈ ഒരു സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും പല ആളുകളും ചോദിക്കുന്നത്, ഇസ്ലാം എന്താണ് സ്ത്രീക്ക് നൽകിയിട്ടുള്ളത്? ഇസ്ലാം എന്ത് സ്വാതന്ത്ര്യമാണ് സ്ത്രീക്ക് നൽകിയത്?
എന്തവകാശമാണ് സ്ത്രീക്ക് നൽകിയത് എന്ന ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാനിവിടെ വിശദീകരിച്ച സംഭവം. അഥവാ ഇസ്ലാം ഒന്നാമതായി സ്ത്രീക്ക് നൽകിയ അവകാശം ഈ ലോകത്ത് പിറന്നു വീഴുവാനുള്ള, ജീവിക്കുവാനുള്ള അവകാശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ പോലെ സ്ത്രീക്ക് അവകാശങ്ങൾ നൽകിയ, അതേപോലെ കരുതൽ നൽകിയ, സംരക്ഷണം നൽകിയ ഒരു ആദർശത്തെ നമുക്ക് വേറെ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രസംഗം ഖുതുബത്തുൽ വദാഅ് അഥവാ വിടവാങ്ങൽ പ്രസംഗം, ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ ഒരു ശ്രദ്ധേയമായ വാചകം, അല ഇസ്തൗസു ബിന്നിസാഇ ഖൈറ, നിങ്ങൾ അറിയണേ, ഇസ്തൗസു ബിന്നിസാഇ ഖൈറ, നിങ്ങളോട് ഞാനിതാ വസിയ്യത്ത് നൽകുന്നു, ഞാനിതാ വളരെ ഗൗരവമായി ഉണർത്തുന്നു, സ്ത്രീകളോട് നിങ്ങൾ ഏറ്റവും നന്നായി പെരുമാറണം എന്ന് ഞാൻ നിങ്ങൾക്ക് വസിയ്യത്ത് നൽകുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഖുതുബത്തുൽ വദാഇൽ പോലും, വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് നൽകേണ്ട അവകാശത്തെക്കുറിച്ച്, അവരോട് എങ്ങനെ പെരുമാറണമെന്ന്, അവരോട് നന്മ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചുവെങ്കിൽ എത്ര ഗൗരവമായിട്ടാണ് സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചും അവരോടുള്ള കടമകളെക്കുറിച്ചും അവരോടുള്ള കടപ്പാടുകളെക്കുറിച്ചും ഇസ്ലാം സംസാരിച്ചിട്ടുള്ളത് എന്ന് ഈ ഒരു വാചകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, പുരുഷ സമൂഹത്തോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒട്ടനവധി ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ ഇസ്ലാം എന്ന മതം, ഇസ്ലാം എന്ന ആദർശം സ്ത്രീയെ എത്രമാത്രം പരിഗണിച്ചിട്ടുണ്ട് എന്നും അവളോട് എങ്ങനെ പെരുമാറണമെന്നും ഏത് രൂപത്തിൽ സംസാരിക്കണമെന്നും ഏത് രൂപത്തിൽ ഇടപെടണമെന്നും തുടങ്ങി കൃത്യമായി മാതൃക കാണിച്ച ആദർശത്തിന്റെ വക്താക്കളാണ് മുസ്ലിങ്ങൾ എന്ന് നൽകുന്ന. അതുകൊണ്ട് പുരുഷന്മാരോട്, പുരുഷ സമൂഹത്തോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിന, ഒരു മുഅ്മിനായ, ഒരു വിശ്വാസിയായ പുരുഷൻ തന്റെ സഹധർമ്മിണിയോട്, ഒരു വിശ്വാസിനിയോട് ഒരിക്കലും ചൊറിയുന്ന രൂപത്തിൽ, ആ രൂപത്തിലാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രയോഗം. ലാ യഫ്റുഖു, അവളെ പ്രയാസപ്പെടുത്തരുത്, അവളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കരുത് എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരത്തിലൂടെ, ആ രൂപത്തിലുള്ള പെരുമാറ്റത്തിലൂടെ ഒരു സ്ത്രീയെ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥ നിങ്ങൾ ഉണ്ടാകരുത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരോട് പറഞ്ഞു. മാത്രമല്ല, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വാചകം റിഫ്ഖൻ ബിൽ ഖവാരിർ, സ്ഫടികപാത്രങ്ങളോട് നിങ്ങൾ മൃദുലത കാണിക്കുക. ഇവിടെ സ്ത്രീകൾ അല്ലാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ച വാചകം, വിശേഷിപ്പിച്ച വാചകം സ്ഫടികപാത്രമെന്നാണ്. ആ സ്ഫടികപാത്രം പോലെ എല്ലാ നിലയ്ക്കും നൈർമല്യമുള്ള സ്ഫടികപാത്രത്തോടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ ഉപമിച്ചത്. എന്നിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ആ സ്ഫടികപാത്രത്തോടൊന്ന് പെരുമാറുമ്പോൾ, ഇടപെടുമ്പോൾ നൈർമല്യം, റിഫ്ഖ്, വിട്ടുവീഴ്ച നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തീർന്നില്ല, വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാന, നിങ്ങളിൽ ആരാണ് ഈമാൻ പൂർത്തിയായവൻ, വിശ്വാസം പൂർത്തിയായവൻ ആരാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അഹ്സനുഹും ഖുൽഖ, നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവം ആർക്കാണ് ഉള്ളവൻ അവനാണ് തന്റെ വിശ്വാസത്തിൽ പൂർണ്ണതയുള്ളവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അതിനോട് ചേർത്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ കുടുംബിനികളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭർത്താവിനുള്ള അംഗീകാരം ആ ഭർത്താവിന്റെ ഭാര്യയിൽ നിന്ന് ലഭിക്കണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സമൂഹത്തിൽ എത്ര നല്ല പേരുള്ളവരാണെങ്കിലും, പുറത്ത് ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നവരാണെങ്കിലും, ആളുകൾക്കിടയിൽ എത്രമാത്രം ബഹുമാന്യനാണെങ്കിലും, സ്വന്തം കുടുംബത്തിൽ കടിച്ചു കീറുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് എങ്കിൽ അവൻ ഉത്തമനല്ല എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. അതുകൊണ്ട് സ്വന്തം ഭാര്യയോട്, സ്വന്തം കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറി അവിടെ നിന്ന് ലഭിക്കുന്ന അംഗീകാരമാണ്, ആ അംഗീകാരമാണ് ഒരു മനുഷ്യനെ ഉത്കൃഷ്ടനാക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞു, ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരാദർശം ഇങ്ങനെ പ്രസംഗിക്കുകയല്ല. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ
പ്രവാചകൻ എടുത്തു പറഞ്ഞു, വാനാ ഖീറുക്കും ലിഅഹ്ലിഹി, ഞാൻ എന്റെ കുടുംബത്തോട്, ഞാൻ എന്റെ കുടുംബിനികളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്ന വ്യക്തിയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ഇസ്ലാം എന്ന മതം സ്ത്രീകളെ എത്രമാത്രം ആദരിച്ചിട്ടുണ്ട്, അവരെ എത്രമാത്രം പരിഗണിച്ചിട്ടുണ്ട്. ഈ ഒരു വാചകത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത് എന്താണ്? മനുഷ്യരിൽ ആരാണ് ഏറ്റവും നല്ലവൻ, ആരാണ് ആദരണീയൻ, ഏറ്റവും നല്ല തോട്ടും കൂട്ടുമിട്ട് ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിച്ച് സമൂഹത്തിൽ ഒരുപാട് ആളുകൾക്കിടയിൽ അംഗീകാരം നേടിയവനല്ല ഏറ്റവും മാന്യൻ, മറിച്ച് ഏറ്റവും മാന്യനെ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വമാ അക്റമൻ നിസാഇ ഇല്ലാ കരീം, നിങ്ങളിൽ മാന്യന്മാർക്കല്ലാതെ സ്ത്രീകളെ ആദരിക്കാൻ കഴിയുകയില്ല. അഥവാ സ്ത്രീകളെ ആരാണോ ആദരിക്കുന്നത്, സ്ത്രീകളെ ആരാണോ ബഹുമാനിക്കുന്നത്, അവനാണ് മാന്യൻ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വലാ അഹാനഹുന്ന ഇല്ലാ ലമീം, അങ്ങേയറ്റം മോശപ്പെട്ടവനല്ലാതെ, അങ്ങേയറ്റം വൃത്തികെട്ടവനല്ലാതെ, അങ്ങേയറ്റം ആക്ഷേപാർഹനായവനല്ലാതെ ഒരിക്കലും സ്ത്രീകളോട് മോശമായി പെരുമാറുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ മാന്യതയുടെ മാനദണ്ഡമായി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് സ്ത്രീകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവൻ. അതുകൊണ്ടാണല്ലോ പത്രമാധ്യമങ്ങൾ നമ്മൾ വായിക്കുന്നത് ഒരുപാട് പകൽ മാന്യന്മാരായി നടക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. എന്നാൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട അവിടെ പെരുമാറ്റങ്ങൾ പിന്നീട് പല വെളിപ്പെടുത്തലുകളായി രംഗത്ത് വരുന്ന ആ കാലഘട്ടത്തിൽ അവിടെ മാന്യതയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ്. ഇവിടെയാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകൻ ഒരു മനുഷ്യൻ എങ്ങനെ മാന്യനാകും, ആ മാന്യതയുടെ യഥാർത്ഥ മാനദണ്ഡം പഠിപ്പിച്ചത് സ്വന്തം സ്ത്രീകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവൻ, സ്ത്രീകളെ ആദരിക്കുന്നവൻ, സ്ത്രീകളെ ബഹുമാനിക്കുന്നവൻ, അവനാണ് മാന്യൻ. അങ്ങനെയല്ലാത്തവരും മാന്യനാകാൻ കഴിയില്ല. ഏറ്റവും മോശപ്പെട്ടവനും ഏറ്റവും നിന്ദ്യനും ഏറ്റവും നീചനും അങ്ങനെയുള്ളവർക്കല്ലാതെ സ്ത്രീകളോട് നല്ല രൂപത്തിൽ പെരുമാറാൻ കഴിയില്ല. അല്ലെങ്കിൽ സ്ത്രീകളോട് മോശപ്പെട്ട രൂപത്തിൽ പെരുമാറുന്നവൻ ഏറ്റവും നീചനാണ്, നികൃഷ്ടനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വളരെ ശക്തമായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രംഗത്ത് സംസാരിക്കുന്നത് എന്ന് പ്രവാചകന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഈ ഒരു വാചകങ്ങൾ നമ്മൾ പറയുമ്പോൾ ഏത് കാലഘട്ടത്തിലാണ് ഈ ഒരു വാചകം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്? ഒന്നാമതായി ഞാൻ ഉദ്ധരിച്ച സംഭവം നമ്മുടെ മനസ്സിലുണ്ടാകണം. സ്ത്രീകൾ പിറന്നു വീഴുന്നത് അപമാനമായി കണ്ടിരുന്ന, സ്ത്രീകളെ ജീവനോടുകൂടി കൊന്നു കളയുന്നതിൽ ആനന്ദം കണ്ടിരുന്ന ഒരു പിഞ്ചു കുഞ്ഞ് അതൊരു പെൺകുട്ടിയായി പോയി എന്നതിന്റെ പേരിൽ ആ കുടുംബത്തെ അടച്ചാക്ഷേപിക്കുന്ന, ആ പെൺകുട്ടിയെ കൊന്നുകളയാൻ ഒരു സമൂഹം ഒറ്റക്കെട്ടായി നിലകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പെൺകുഞ്ഞിനെ ഒരു കുഴിയെടുത്ത് ജീവനോടുകൂടിയ കുഴിയിലേക്ക് ഇട്ട് മൂടുന്നത് ചുറ്റുപാടുമുള്ള ആളുകൾ നോക്കി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ, അതിലൊരു വേദനയും തോന്നാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീ അഥവാ പെണ്ണ് പിറന്നു വീഴുന്നത് അപമാനമായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ശക്തമായി സ്ത്രീകളുടെ അവകാശത്തെ കുറിച്ച് സംസാരിക്കുന്നത്. മാത്രമല്ല ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ സ്വഭാവ പ്രവാചകൻ പറഞ്ഞു, ഒരു പെൺകുഞ്ഞാണ് പിറന്നു വീണത് എന്നറിഞ്ഞാൽ ആ ആളുകളുടെ മുഖം വാടുകയാണ്. അവിടെ മുഖം കറുത്തിരുണ്ട് കരിവാളിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ എത്തും എന്ന് ആ കാലഘട്ടത്തിലെ ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളോടി ആ ആളുകളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു. ഒരു പെൺകുഞ്ഞാണ് പിറന്നു വീണത് എന്ന സന്തോഷ വാർത്ത. ഇവിടെ ഖുർആൻ പെൺകുഞ്ഞിന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞ വാചകം പെൺകുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷ വാർത്ത എന്നാണ്. ഖുർആനിന്റെ പ്രയോഗം ശ്രദ്ധേയമാണ്. പെൺകുഞ്ഞിന്റെ ജനനത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സന്തോഷ വാർത്ത എന്നാണ്. ആ സന്തോഷ വാർത്ത അറിഞ്ഞാൽ അവരുടെ മുഖം അത് കറുത്തിരുണ്ടു പോകും എന്ന് പരിശുദ്ധ ഖുർആൻ ആ ആളുകളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു. എന്ത് കാരണത്താലാണ് തങ്ങൾ കൊല ചെയ്യപ്പെട്ടത് എന്ന് ചോദിക്കപ്പെടുന്ന ഒരു രംഗത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. എന്നാൽ നമ്മൾ ആധുനിക കാലഘട്ടത്തിലേക്ക് വരിക. ആ ജാഹിലിയത്ത് അതിനേക്കാൾ ശക്തമായി ജാഹിലിയ കാലഘട്ടത്തിൽ പെൺകുഞ്ഞിനെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയിരുന്നെങ്കിൽ ആ ജാഹിലിയത്ത് എല്ലാ നിലയ്ക്കും ശക്തമായി ഇന്നത്തെ കാലഘട്ടത്തിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. അഥവാ പ്രസവവാദിന്റെ മുന്നിൽ അല്ലെങ്കിൽ പ്രസവ സമയത്ത് ആ പ്രസവത്തിന്റെ സന്തോഷ വാർത്ത ഇതാ ഒരു പെൺകുഞ്ഞ് പിറന്നു എന്ന സന്തോഷ വാർത്ത അറിഞ്ഞാൽ ജാഹിലിയത്തിലെ ആളുകളുടെ സ്വഭാവം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അവരുടെ മുഖം മ്ലാനമായി
കറുത്തിരുണ്ടു പോകുന്നു. വല്ലാത്ത ദുഃഖവും അപമാനഭാരവും. അത് ജാഹിലിയ കാലഘട്ടത്തിലാണെങ്കിൽ ഇന്നത്തെ സമൂഹം അതിന്റെ ആധുനിക പതിപ്പുകളായി മാറിയിരിക്കുന്ന ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഒരു പെൺകുഞ്ഞ് പിറന്നു എന്ന സന്തോഷ വാർത്ത അറിഞ്ഞാൽ ഇന്ന് പല ആളുകളുടെയും മുഖം വാടുന്നു. പെൺകുഞ്ഞാണല്ലേ, പെൺകുഞ്ഞാണ് എന്ന് പറഞ്ഞാൽ അതൊരു അപമാനമായി കാണുന്ന, അത് വല്ലാത്തൊരു ദുഃഖത്തോടു കൂടി ഒരു പെൺകുഞ്ഞ് പിറന്നത് ഒരു നിലയ്ക്കും ഇഷ്ടമില്ലാത്ത അതേ ജാഹിലിയത്ത് ഇന്ന് കൊല്ലുന്നില്ല, പിറന്ന പെൺകുഞ്ഞിനെ കൊല്ലുന്നില്ല എന്ന് മാത്രം. അതല്ലെങ്കിൽ ജീവനോടുകൂടി ഗർഭപാത്രത്തിൽ വെച്ച് കൊല്ലുന്ന മറ്റനേകം അവസ്ഥകളും ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജാഹിലിയത്ത് അതിന്റെ ശക്തമായ ഘട്ടത്തിൽ, ശക്തമായ അവസ്ഥയിൽ ഇന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ പത്രത്തിൽ നമ്മൾ വായിച്ചത്, ഒരു പെൺകുഞ്ഞ് പിറന്നു വീണ 2 പെൺകുട്ടികളെ ഒരു മാതാവ് കൊന്നത്. ഒന്ന് ഒരു ബ്ലേഡ് കൊണ്ട് അറുത്ത് ഒരു പെൺകുഞ്ഞിനെ കൊന്ന മാതാവിനെ കുറിച്ച് നമ്മൾ വായിച്ചു. രണ്ടാമത്തെ പെൺകുഞ്ഞിനെ കൊന്നത് കഴുത്ത് ഞെരിച്ച് ആ പെൺകുഞ്ഞിനെ കൊന്ന വാർത്ത നമ്മൾ വായിച്ചു. പെൺകുഞ്ഞുങ്ങൾ അപമാനമായി കാണുന്ന അവസ്ഥ ഇന്നത്തെ കാലഘട്ടത്തിലും സജീവമായി നിലനിൽക്കുന്നു. ആ പെൺകുഞ്ഞ് വളർന്നു വന്ന് വിവാഹം കഴിച്ചയക്കാൻ ലക്ഷങ്ങൾ സ്ത്രീധനം കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ പെൺകുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് ചിലവുകളുണ്ട് എന്നതിന്റെ പേരിൽ പെൺകുഞ്ഞുങ്ങളെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ജനിക്കാൻ അനുവദിക്കാതെ കൊന്നുകളയുന്ന ആ ജാഹിലിയത്ത് ഇന്ന് ശക്തമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാം എന്ന മതം പെൺകുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ അവസരം കൊടുത്തതും ജനിച്ചു വീഴാനുള്ള അവകാശത്തിന് വേണ്ടി വാദിച്ചതും അതിനുവേണ്ടി ശക്തമായി നിലകൊണ്ടതും എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ കൊന്നുകളയരുത്. ഇന്നത്തെ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയതാണോ എന്ന് തോന്നിപ്പോകുന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനം. ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ പെൺകുട്ടികളെ കൊന്നിരുന്നത് അവരുടെ ജീവിതത്തിൽ അവരുമായി ബന്ധപ്പെട്ട പെൺകുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട അഭിമാന പ്രശ്നത്തിന്റെ പേരിലാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ കൊല്ലുന്നത് ദാരിദ്ര്യം ഭയന്നുകൊണ്ടാണ്. ഭാവിയിൽ സ്ത്രീധനം കൊടുക്കേണ്ടി വരും, വളർത്തിക്കൊണ്ടുവരുവാൻ ഒരുപാട് ചെലവുകളുണ്ട് എന്ന നിലയ്ക്ക് പെൺകുഞ്ഞുങ്ങളെ കൊല്ലുന്നത്. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്, ദാരിദ്ര്യ ഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത്, അത് വലിയ അപരാധമാണ്, തെറ്റാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് 2 പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായി, 2 പെൺകുഞ്ഞുങ്ങളെ ജനിച്ചു. ഇനി പെൺകുഞ്ഞുങ്ങൾ തന്നെയാകണമെന്നില്ല. 2 സഹോദരിമാർ ഒരാൾക്കുണ്ട്, അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു, അവരെ വളർത്തിക്കൊണ്ടുവന്നു, അവർ ദീനീ നിഷ്ഠയിൽ ജീവിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ആ മനുഷ്യൻ ഒരുക്കി കൊടുത്തു. എന്നിട്ടോ അവർ വിവാഹം കഴിച്ചയച്ചു. ആ പെൺകുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ സഹോദരിമാർക്ക് എന്താണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും അവൻ ചെയ്തു. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ 2 വിരലുകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞാനും ആ മനുഷ്യനും നാളെ സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സ്വർഗത്തിന് കാരണക്കാരായിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മാത്രമല്ല, ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഭവം അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാചകം, ഈ ലോകത്തിലെ ഏറ്റവും ഉത്തമമായ വിഭവം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയത് വലിയ ബാങ്ക് ബാലൻസുകളോ അതല്ലെങ്കിൽ വലിയ തോട്ടങ്ങളോ മനുഷ്യൻ മറ്റേതെങ്കിലും നിലയ്ക്ക് ഈ ലോകത്ത് സമ്പാദ്യമായി കാണുന്ന കാര്യമോ അല്ല. മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, ഈ ലോകത്തെ ഏറ്റവും ഉത്തമമായ വിഭവം അത് അൽ മർഅതു സ്വാലിഹ, ഒരു സാലിഹായ സ്ത്രീയാണ്, പെണ്ണാണ് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലോകത്തെ ഏറ്റവും ഉത്തമമായ സമ്പാദ്യം എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് അത് സ്വാലിഹായ പെണ്ണിനെയാണ് എന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇത്രമാത്രം സ്ത്രീക്ക് മഹത്വം നൽകിയ ഒരു മതത്തെ, ഒരു ദർശനത്തെ ലോകത്ത് മറ്റെവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? 3 പെൺകുട്ടികൾ ഒരാൾക്കുണ്ടെങ്കിൽ ആ 3 പെൺകുട്ടികൾക്കും വേണ്ട പരിഗണനയും പരിചരണവും നൽകിയെങ്കിൽ അതവർക്ക് സ്വർഗത്തിലെ തൊട്ട് നരകത്തെ തൊട്ട് മറയായിരിക്കുമെന്നും സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുമെന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രവാചകന്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ അടുക്കൽ ഒരു ഉമ്മ കടന്നു വന്നു, മാതാവ് കടന്നു വന്നു. ആ മാതാവിന്റെ കൂടെ 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടികളുടെ കൈകളിൽ പിടിച്ച് വിശന്നുട്ടി വയറുമായി ആ 2 കുട്ടികളും മാതാവും എന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടാണ്. ആ വീട് മുഴുവൻ പരിശോധിച്ചു. വാഹിദ, ഒരൊറ്റ ഈത്തപ്പഴമല്ലാതെ കാരക്കയല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അതെടുത്ത് ആ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. ആ ഉമ്മ അത് 2 കഷ്ണങ്ങളാക്കി കീറി ആ 2 കുട്ടികളുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. ആ ഉമ്മയ്ക്കൊന്നും കഴിക്കാൻ കിട്ടിയില്ല.
ആ ഉമ്മ ഒന്നും തിന്നുന്നില്ല. അതാണ് മാതൃത്വം എന്ന് പറയുന്നത്, ഉമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രതികരണം നമ്മൾ കേൾക്കണം. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം, മക്കൾ, വിവാഹപ്രായമായ മക്കൾ, ആ മക്കൾ വീട്ടിലുള്ള, അവരെ വിവാഹം കഴിച്ചയക്കാൻ പ്രയാസപ്പെടുന്ന പിതാക്കന്മാരുണ്ടാകാം, അതേപോലെ മറ്റുള്ള ആളുകളുണ്ടാകാം, അതേപോലെ കുട്ടികൾക്ക് പെൺകുട്ടികളുണ്ട്, അവരെക്കുറിച്ച് ആവലാതിപ്പെടുന്ന ബാപ്പമാർ, അവരെക്കുറിച്ച് പ്രയാസപ്പെടുന്ന അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അവരുടെ ജോലിയെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അവരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഓർത്ത് വേവലാതിപ്പെടുന്ന ഒരുപാട് മനുഷ്യർ ലോകത്തുണ്ട്. അവരോടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിശക്തമായ വാചകം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മന്നിബ്തലാ മിൻ ബനാത്തിൻ ശൈഅൻ ഫഅഹ്സിൻ ഇലൈഹിന്ന. ആരെങ്കിലും പെൺകുട്ടികൾ മുഖേന പരീക്ഷിക്കപ്പെട്ടാൽ, ഏതൊക്കെ നിലയ്ക്കാണ് പരീക്ഷണം? ഒരുപക്ഷെ അവരെ സമയത്ത് വിവാഹം കഴിച്ചയക്കാൻ സാധിച്ചുകൊണ്ടുവരില്ല, അതുമല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായ പ്രയാസങ്ങൾ, അവരെ വളർത്താൻ, അവരെ പരിപാലിക്കാൻ, അവരെ നല്ല നിലയ്ക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടാൽ, എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അതിന്റെ പേരിൽ അതിന്റെ പേരിൽ കൊല്ലുകയല്ല, അവരെ ഇല്ലാതെയാക്കുകയല്ല, അവരൊരു ശാപമായി കാണുകയല്ല, അവരുമായി ബന്ധപ്പെട്ട് മോശപ്പെട്ട വർത്തമാനങ്ങളും ശാപപ്രാർത്ഥനകളും നടത്തുകയല്ല. മറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ പെൺകുട്ടികൾ ഉണ്ടാവുകയും ഏറ്റവും നല്ല രൂപത്തിൽ അവരെ പരിപാലിക്കുകയും അവരെ പോറ്റി വളർത്തുകയും നല്ല രൂപത്തിൽ അവരോട് പെരുമാറുകയും ചെയ്താൽ നാളെ നരകത്തെ തൊട്ട് ആ പെൺകുട്ടികൾ അവർക്ക് മറയായി നിൽക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വാചകം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ പിന്നെ എന്തിനാണ് പെൺകുട്ടികളുള്ള ഉപ്പമാർ, പെൺകുട്ടികളുള്ള മാതാക്കൾ അവർ ആ കുട്ടികളെ ഓർത്ത് പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകേണ്ടത്? അവരെ നാളെ പരലോകത്തുള്ള മറയായിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം എന്ന മതം സ്ത്രീകൾക്ക് നൽകിയ അവകാശം പോലെ, സ്ത്രീകൾക്ക് നൽകിയ പരിഗണന പോലെ, സ്ത്രീകളോട് പെരുമാറാൻ കൽപ്പിച്ചതുപോലെ മറ്റൊരു മതവും ഇത്ര കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും പല ആളുകളും ഇന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, ഇസ്ലാമിൽ സ്ത്രീകളെ പർദ്ദയ്ക്കുള്ളിൽ അവർ മൂടിയിട്ടുകൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള ഒരുപാട് ഇല്ലാത്ത ആരോപണങ്ങൾ ഇസ്ലാം എന്ന മതത്തിന്റെ പേരിൽ ആളുകൾ ഇന്ന് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ആരാ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരാ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്? സ്ത്രീയെ കേവലം ഒരു ഉപഭോഗ വസ്തുവായി കാണുന്ന, സ്ത്രീയുടെ ശരീരം എല്ലാ നിലയ്ക്കും പ്രദർശിപ്പിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, അവൾ എല്ലാ നിലയ്ക്കും ഒരു ആസ്വാദനത്തിന്റെ വസ്തു മാത്രമായി കാണുന്ന പല ആളുകളും, ഫെമിനിസ്റ്റുകളും ബുദ്ധിജീവികളും അറിയപ്പെടുന്ന ചില ആളുകളും ഇസ്ലാം സ്ത്രീക്ക് സംരക്ഷണം നൽകുമ്പോൾ, ഇസ്ലാം സ്ത്രീയെ പവിത്രമായി വിശുദ്ധമായ നിലയ്ക്ക് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ചുള്ള, അഥവാ തങ്ങൾക്ക് കണ്ടാസ്വദിക്കാനും തങ്ങളുടെ വൃത്തികെട്ട താല്പര്യങ്ങൾക്കനുസരിച്ച് ആ സ്ത്രീയെ സ്ത്രീയെ ഉപയോഗിക്കാനുമുള്ള ഒരവസ്ഥ ഒരിക്കലും ഇസ്ലാമിൽ വകവെച്ച് കൊടുക്കാത്തത് കാരണം ഇസ്ലാമിന്റെ മേൽ ചില ആളുകൾ ആരോപിക്കുന്നു ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് അത്തരക്കാരോട് നമുക്ക് പറയാനുള്ളത്, അത്തരക്കാരുടെ ജൽപ്പനങ്ങൾ കേൾക്കേണ്ട, അതിന് മറുപടി പറയേണ്ട ഒരു ആവശ്യവും നമുക്കില്ല. അത്തരം ആളുകളുടെ വാദഗതികളെ, എല്ലാ നിലയ്ക്കും അബദ്ധജടിലമായ വാദഗതികളെ തള്ളിക്കളയാനാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം മനുഷ്യരോട് പറഞ്ഞു, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ. നിങ്ങൾക്ക് ഇസ്സത്ത് എന്നുള്ളത് ഇത്തരം ജൽപ്പനങ്ങളുടെ പിന്നാലെ, ഇത്തരം ആധുനികതയുടെ വക്താക്കൾ എന്ന് പറഞ്ഞ് ഫാഷന്റെ വക്താക്കളായി കടന്നു വരുന്ന ആളുകളുടെ പിന്നാലെ പോയാൽ ഒരിക്കലും മുഅ്മിന്, ഒരു വിശ്വാസിക്ക് ഇസ്സത്ത് കിട്ടുകയില്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ വിശ്വാസികളുടെ പാതയിലൂടെ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്സത്ത് കിട്ടുക. അതുകൊണ്ട് ഇന്നമന്നിസാഉ ശഖാഇഖുർ റിജാൽ, സ്ത്രീകൾ എന്നുള്ളത് പുരുഷന്മാരുടെ കൂടപ്പിറപ്പുകളാണ് എന്ന് പഠിപ്പിച്ച ആദർശമാണ് ഇസ്ലാം. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരുപാട് അവകാശങ്ങൾ ഇസ്ലാം സ്ത്രീക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ മാതൃകയായി അള്ളാഹു പഠിപ്പിച്ചത് അത് രണ്ട് വനിതകളെയാണ്. രണ്ട് വനിതകളെ വിശ്വാസിനികൾക്ക് മാതൃകയായി പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. മാത്രമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നരകത്തിന്റെ കവചമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മാത്രമല്ല ദീൻ പഠിക്കാനുള്ള അവകാശം
സ്ത്രീക്ക് ഇസ്ലാം കൊടുത്തു. അഥവാ അറിവ് നേടാൻ അത് പകർന്നു കൊടുക്കാനുള്ള അവകാശം ഇസ്ലാം സ്ത്രീക്ക് കൊടുത്തു. മാത്രമല്ല ദഅവത്തിനുള്ള അനുവാദം ഇസ്ലാം സ്ത്രീക്ക് കൊടുത്തു. വിവാഹ സമയത്ത് മഹർ എത്രയാണ് എന്ന് ആ മഹർ ചോദിക്കാനുള്ള അവകാശം ഇസ്ലാം സ്ത്രീക്ക് കൊടുത്തു. മാത്രമല്ല ഒരു കന്യകയെ സ്വന്തം മാതാപിതാക്കൾ അവളുടെ ഇഷ്ടം നോക്കാതെ വിവാഹം കഴിച്ചയക്കാൻ അനുവാദമില്ല. മറിച്ച് അവളുടെ അനുവാദം ചോദിക്കണം. ഇതൊരു മൗനമാണ് അവളുടെ സമ്മതം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ കന്യകയുടെ അനുവാദം ചോദിക്കാതെയുള്ള വിവാഹം റദ്ദ് ചെയ്യാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരുങ്ങിയ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ കുടുംബക്കാര്യം നോക്കേണ്ടതില്ല. എന്നിട്ട് പോലും ഇസ്ലാം അവൾക്ക് സ്വത്തവകാശം കൊടുത്തു. മാത്രമല്ല സ്ത്രീ എന്നുള്ളത് സമാധാനത്തിന്റെ കേന്ദ്രമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. പുരുഷനിലേക്ക് പരിശുദ്ധ ഖുർആൻ അത് ചേർത്ത് പറഞ്ഞില്ല. സമാധാനത്തിന്റെ ശാന്തിയുടെ കേന്ദ്രമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് സ്ത്രീയാണ്. ഇങ്ങനെ അനന്തരാവകാശത്തിലുള്ള അനന്തര സ്വത്തിനുള്ള അവകാശം, ഇങ്ങനെ എണ്ണിയാൽ ഒരുപാട് അവകാശങ്ങൾ പരിശുദ്ധ ഇസ്ലാം സ്ത്രീക്ക് നൽകിയിട്ടുണ്ട്. ഇതൊന്നും കാണാതെ ഇസ്ലാമിനെ അടച്ചാക്ഷേപിക്കുന്ന ചില ആളുകൾ അവരുടെ മനസ്സിലുള്ള ഉദ്ദേശം വളരെ ദുരുദ്ദേശപരമാണ് നമ്മൾ തിരിച്ചറിയുകയും യഥാർത്ഥ ഇസ്ലാമിലാണ്, ഇസ്ലാമിന്റെ സന്ദേശങ്ങളിലാണ് ഇസ്സത്ത് എന്ന് തിരിച്ചറിഞ്ഞ് ആ സന്ദേശത്തെ മുറുകെ പിടിച്ച് പടച്ചറബിന്റെ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇസ്ലാം എന്ന മതം സ്ത്രീകൾക്ക് അനേകം അവകാശങ്ങളും പരിഗണനയും നൽകിയ ദർശനമാണ് എന്ന് പ്രമാണങ്ങളിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കി. അങ്ങനെ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരവകാശത്തിൽ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ് ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പോയി ആരാധന നടത്താൻ പരിശുദ്ധ ഇസ്ലാം സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്, അവകാശം നൽകുന്നുണ്ട്. എന്നാൽ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഇസ്ലാം ഒരു പെണ്ണിന് ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ അനുവാദമുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ പ്രവാചക അധ്യാപനങ്ങളുടെ പിൻബലം അതിനുണ്ട് എന്ന് പറയുമ്പോൾ ചില ആളുകൾ, പ്രത്യേകിച്ച് പുരോഹിതന്മാരായ ചില ആളുകൾ ചില ഹദീസുകളുമായി കടന്നു വരാറുണ്ട്. സാധാരണ അവർ പറയും, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീക്ക് വീടാണ് ഉത്തമമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സ്ത്രീ പള്ളിയിലേക്ക് പോകേണ്ടതില്ല, പള്ളിയിൽ പോകൽ ഹറാമാണ്, നിഷിദ്ധമാണ്, അവൾ വീട്ടിൽ നമസ്കരിച്ചാൽ മതി എന്ന രൂപത്തിൽ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്ന, ഈ ഹദീസിന്റെ ഒരു ഭാഗമെടുത്ത് സമൂഹത്തിൽ വ്യാപകമായി തങ്ങളുടെ കുൽസിതമായ അജണ്ടകൾക്ക് തെളിവുണ്ടാക്കാൻ നടക്കുന്ന ചില ആളുകൾ സമൂഹത്തിലുണ്ട്. ഇവിടെ ഒരു വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമതായി ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണമായി ഹദീസിനെ ഉദ്ധരിക്കാൻ യാതൊരുവിധ യോഗ്യതയുമില്ല എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഥവാ ജാറകളിലും മക്ബറകളിലും ഉറൂസിന്റെ നേർച്ചയുടെ ചന്ദനക്കൂടങ്ങളുടെ വിഗ്രഹൽക്കുകളുടെ അങ്ങനെ ഒരുപാട് സമൂഹത്തിൽ നടക്കുന്ന ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ഒരുപാട് അനിസ്ലാമികമായ ആഘോഷങ്ങൾ, ആ ആഘോഷ കേന്ദ്രങ്ങളിലേക്ക്, ഇത്തരം ആളുകൾ നടത്തുന്ന ആഘോഷ കേന്ദ്രങ്ങളിലേക്ക് സ്ത്രീകൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനെല്ലാം മൗനാനുവാദം നൽകുന്ന, അല്ലെങ്കിൽ ഇതിന് പരസ്യമായി അനുവാദം നൽകുന്ന ആളുകളാണ് ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, വീടാണ് ഉത്തമമെന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി പെണ്ണിന് പള്ളി നിഷിദ്ധമാണ് എന്നാണ് ഇത്തരം ആളുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഹദീസിൽ പറയുന്നത്, ഹദീസിലുള്ള ചർച്ച വീടാണോ ഉത്തമം അതോ പള്ളിയാണോ ഉത്തമം എന്ന ചർച്ചയാണ് ഈ ഹദീസിലൂടെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. അഥവാ അനുവദനീയമായ കാര്യങ്ങളിൽ മാത്രമേ ഉത്തമം ഏതാണ് എന്ന ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇത്തരം ആളുകൾ പറയുന്നു പള്ളി നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് പറയുന്ന ആളുകളാണ് ഈ ഒരു ഹദീസുമായി രംഗപ്രവേശനം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമതായി ഈ ഹദീസിലെ വാചകം വീടാണ് ഉത്തമം എന്നുള്ളതാണ്. ഒരു കാര്യം ഉത്തമമാണ് എന്ന് പറഞ്ഞാൽ
അതിനപ്പുറമുള്ളത് ഹറാമാണ് എന്ന് ആരാണ് ഇത്തരം ആളുകളെ പഠിപ്പിച്ചത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ചില വാചകങ്ങൾ, ഇൽബസു സിയാബക്കും അൽ ബയാദ്, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണം. വെള്ള വസ്ത്രത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫഇന്നഹാ മിൻ ഖൈരി സിയാബിക്കും, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൽ ഏറ്റവും ഉത്തമമായത് വെള്ള വസ്ത്രമാണ്. ഈ വെള്ള വസ്ത്രമാണ് ഉത്തമമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളയല്ലാത്ത വസ്ത്രം ധരിക്കൽ നിഷിദ്ധമാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉത്തമമാണ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറമുള്ളത് ഹറാമാണ് എന്നുള്ളത് ഏറ്റവും വികലമായ വ്യാഖ്യാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഫിനെ കുറിച്ച്, നമ്മൾ നമസ്കാരത്തിൽ നിൽക്കുന്ന അണിയെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പുരുഷന്മാർക്ക് ഒന്നാമത്തെ സഫാണ് ഉത്തമം. അപ്പോൾ ഒന്നാമത്തെ സഫാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സഫിൽ നിൽക്കുന്നവർ, മൂന്നാമത്തെ അണിയിൽ നിൽക്കുന്നവർ അത് നിഷിദ്ധമാണ് എന്നൊരിക്കലും ആ വാചകത്തിന് അർത്ഥമില്ല. ഏറ്റവും ഉത്തമം ഇതാണ് എന്ന് മാത്രമേ ആ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. എന്നാൽ വീടാണ് ഉത്തമം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിച്ചത്, പുരുഷന്മാർ പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം സഹോദരിമാർക്ക് വീട്ടിൽ വെച്ച് നമസ്കരിച്ചാലും ലഭിക്കും എന്നാണ് ഹദീസിന്റെ ആശയം. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിച്ചത്, സ്ത്രീയുടെ ശാരീരികമായ അവസ്ഥ പരിഗണിച്ച്, അവരുടെ പ്രതിബന്ധങ്ങൾ പരിഗണിച്ച് പുരുഷനെ പോലെ 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കാൻ അവർക്ക് സാധ്യമല്ല. അവളെ സംബന്ധിച്ചിടത്തോളം പലതരക്കുമുള്ള തടസ്സങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കുക ഒരു സ്ത്രീക്ക് പ്രയാസമായതുകൊണ്ട് തന്നെ ആ ഒരു പുരുഷൻ 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന പുണ്യം വീട്ടിൽ നമസ്കരിച്ചാലും ഒരു സഹോദരിക്ക് ലഭിക്കുമെന്ന സ്ത്രീയെ പരിഗണിക്കുന്ന ആ ഒരു സന്തോഷ വാർത്തയാണ് ഈ ഹദീസിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. സ്ത്രീയുടെ അവസ്ഥ പരിഗണിച്ച്, ശാരീരികമായ അവസ്ഥ പരിഗണിച്ച് ഇസ്ലാം ഒരു സഹോദരിക്ക് നൽകിയ ആദരവാണ് ഈ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അല്ലാതെ പള്ളിയിൽ പോകൽ നിഷിദ്ധമാണ് എന്ന് ഈ ഹദീസിൽ ഒരിടത്തുമില്ല എന്നതാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഒരു സ്ത്രീ ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് പള്ളിയിൽ പോകാൻ ആഗ്രഹിച്ചാൽ അവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ 100 കണക്കിന് ഹദീസുകളിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പുരുഷന്മാരോട് പ്രത്യേകം പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അള്ളാഹുവിന്റെ അടിമകളായ സ്ത്രീകൾ അവർ പള്ളിയിൽ പോകാൻ ആഗ്രഹിച്ചാൽ പുരുഷന്മാരോടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ അവരെ തടയരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു. 3 പള്ളികൾ മാത്രമാണ് പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ ഇസ്ലാം പഠിപ്പിച്ചത്. ഒന്ന് മക്കയിലെ, അതേപോലെ മദീനയിലെ, ഫലസ്തീനിലെ പള്ളി. ഈ 3 പള്ളികളിലും സ്ത്രീകൾ പോകുന്നുണ്ട്, നമുക്കറിയാം. മാത്രമല്ല മറിയം ബീവിയുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എവിടെയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ വളർന്നു വന്നത്? അത് പള്ളിയിലായിരുന്നു. സക്കരിയ അലൈഹിസ്സലാമിന്റെ സംരക്ഷണത്തിൽ മറിയം ബീവി പള്ളിയിൽ വളർന്നു വന്ന ചരിത്രം പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 100 കണക്കിന് ഹദീസുകൾ സ്ത്രീകൾ പള്ളിയിൽ പോയതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനധികം ഏറ്റവും അധികം പ്രയാസമുള്ള 2 സമയമാണ് സുബഹിയുടെ സമയം, ഇശാഇന്റെ സമയം. ആ 2 സമയത്ത് പോലും സ്ത്രീകൾ പള്ളിയിൽ പോയതായി അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾ കാണാം. കുന്ന നിസാഅൽ മുഅ്മിനാത്തി യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യവിശ്വാസിനികളായ സ്ത്രീകൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഫജ്ർ നമസ്കാരത്തിൽ പള്ളിയിൽ പങ്കെടുത്തു. ഫജ്ർ നമസ്കാരത്തിൽ പങ്കെടുത്തു. മുത്തലഫിയാത്തിൻ ബിഉറൂബിഹിന്ന, അവരുടെ മൂടുപടം അണിഞ്ഞുകൊണ്ടാണ് വന്നത്. അവർ പോകുമ്പോൾ ആ പ്രഭാതത്തിന്റെ അവസ്ഥ കാരണം തിരിച്ചറിയാൻ പോലും സാധിക്കുമായിരുന്നില്ല. എത്രമാത്രം ഹദീസിൽ ഏതെങ്കിലും തടസ്സമുണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ തടയേണ്ടിയിരുന്നത് ഈ സമയത്തായിരുന്നു. ഒരൊറ്റ ഹദീസിൽ പോലും നേരത്തെ കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ സൂചിപ്പിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ പള്ളിയിൽ വരും, വലിയ സൂറത്ത് ഓതിക്കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കും. തൊട്ടു പിന്നിൽ നിന്ന് ഉമ്മമാരുടെ ഒക്കത്തിരിക്കുന്ന ഉമ്മമാരുടെ അടുത്തുള്ള കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങും. പ്രവാചകൻ നമസ്കാരം ചുരുക്കും. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പള്ളിയിൽ വരരുത് എന്ന് പറഞ്ഞ ഒരു വാചകം നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നിട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ 100 കണക്കിന് ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ ചില ആളുകൾ പറയും അതൊക്കെ ഹിജാബിന്റെ ആയത്തിന് മുന്നെയാണ്, അത് ഹിജാബിന്റെ ആയത്തിന് ശേഷമാണ് എന്നൊക്കെയുള്ള ചില വാചകങ്ങൾ ആളുകൾ ഉദ്ധരിക്കാറുണ്ട്. എന്നാൽ ഹിജാബിന്റെ ആയത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഒരായത്തും ഇറങ്ങുകയില്ലല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എത്ര കൃത്യമായി ഇക്കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ പത്നിമാരുൾപ്പെടെ പള്ളിയിൽ പോയിട്ടുണ്ട്. റമളാനിലെ അവസാനത്തെ 10 അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കാറുണ്ടായിരുന്നു. അവസാനത്തെ 10 ദിവസം പ്രവാചകന്റെ ഭാര്യമാരും ഇരിക്കാറുണ്ട്. മിൻ ബഅദിഹി, എന്നാൽ പ്രവാചകന്റെ വഫാത്തിന് ശേഷവും പ്രവാചകന്റെ പത്നിമാർ ഇരിക്കാറുണ്ട്. ഇഅ്തികാഫ് എന്നുള്ളത് നമുക്കറിയാം, പള്ളിയിൽ ചടഞ്ഞുകൂടിയിരിക്കലാണ്, പള്ളിയിൽ പൂർണ്ണമായിരിക്കലാണ്. ഓരോ ദിവസം 5 വക്ത് നമസ്കാരമുണ്ട്, ജുമുഅയുണ്ട്, അതെല്ലാം പള്ളിയിൽ നമസ്കരിച്ചു
സ്വീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ പത്നിമാർ ഇഅ്തികാഫ് ഇരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ശക്തമായിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. സ്ത്രീകളെ തടഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകനല്ല, പൗരോഹിത്യമാണ്. അവർ പറഞ്ഞത് ഫിത്ന ഉണ്ടാകുമെന്നുള്ളതാണ് അവർ കാരണമായി പറയുന്നത്, കുഴപ്പമുണ്ടാകും. എന്നാൽ ജാറങ്ങളിൽ പോകാൻ, മക്ബറകളിൽ പോകാൻ, ഉറൂസിന്റെയും അതേപോലെയുള്ള അനേകം ഇസ്ലാം വെറുക്കപ്പെട്ട ശക്തമായ ശിർക്കും ബിദ്അത്തുകളും അനാചാരങ്ങളും നടക്കുന്ന കേന്ദ്രങ്ങളിൽ പോകാൻ തടസ്സമില്ലാത്ത ആളുകൾ തന്റെ കുടുംബത്തോടൊപ്പം പ്രത്യേകമായ വഴിയിലൂടെ പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കേൾക്കാൻ പള്ളിയിൽ വരുന്നതിനെ തടയുക എന്നുള്ള വലിയ തെറ്റ് ഇന്ന് സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം പറയുന്ന മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു പെണ്ണിന് പള്ളിയിൽ പോകാം. അങ്ങനെ പള്ളിയിൽ പോയാൽ അവൾക്ക് പ്രതിഫലമുണ്ട്. അതൊരിക്കലും ഇസ്ലാം നിർബന്ധമായി പഠിപ്പിക്കുന്നില്ല. പോകൽ അനുവദനീയമാണ്. പോയാൽ അവൾക്ക് പ്രതിഫലം ലഭിക്കും. ഈ ഒരു ആരാധനാ സ്വാതന്ത്ര്യവും പരിശുദ്ധ ഇസ്ലാം നൽകുന്നുണ്ട്. മറ്റു ചില മതങ്ങളുമായി ബന്ധപ്പെട്ട് ആരാധനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്നു, ഇസ്ലാം സ്ത്രീക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടോ എന്ന വിഷയങ്ങൾ പലരും ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സാന്ദർഭികമായി ഈ വിഷയം സൂചിപ്പിക്കാനുള്ള കാരണം. പരിശുദ്ധ ഇസ്ലാം ഒരു പെണ്ണിന് ആ ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് പള്ളിയിൽ പോകാൻ എല്ലാ നിലയ്ക്കും അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിനെ തടയരുത് എന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശക്തമായ കൽപ്പനകളുണ്ട്. ഇനി വീട്ടിലാണ് നമസ്കരിക്കാൻ അവൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും അവൾക്ക് അനുവാദമുണ്ട്. പള്ളിയിൽ വരാനും അനുവാദമുണ്ട്. ആ അനുവാദത്തെ തടയാൻ ഒരു മനുഷ്യരും അവന് ഇഷ്ടമില്ല എന്ന കാരണത്താൽ ഒരു മനുഷ്യനും അത് തടയാൻ അനുവാദമില്ല. അങ്ങനെ തടയരുത് എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ സ്ത്രീക്ക് എല്ലാ നിലയ്ക്കും സ്വാതന്ത്ര്യം നൽകിയ ഈ മതത്തെ പലരും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രമാണങ്ങളിലൂടെ എന്താണ് ഇസ്ലാം സ്ത്രീക്ക് നൽകിയ അവകാശങ്ങൾ എന്ന് പഠിക്കുകയും ആ അവകാശങ്ങൾ പുരുഷന്മാരെന്ന നിലയ്ക്ക് പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുകയും ഇസ്ലാം സ്ത്രീക്ക് നൽകിയ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും സ്ത്രീകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും